നമസ്കാരം. ലോകം ഉറ്റുനോക്കുന്ന ഹോർമുസ് കടലിടുക്കിൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാവുകയാണ്. യുഎഇയിൽ നിന്നും ഇന്ത്യയിലെ കണ്ട്ല തുറമുഖത്തേക്ക് ചരക്കുമായി വരികയായിരുന്ന മയൂരി നാരി എന്ന തായ്ലൻഡ് കപ്പലിനു നേരെ ഇന്ന് രാവിലെ മിസൈൽ ആക്രമണം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വെറും ഒരു കപ്പൽ ആക്രമണമല്ല ഇത്. ആഗോള എണ്ണക്കടത്ത് പാതയെ നിശ്ചലമാക്കാൻ പോകുന്ന വലിയൊരു യുദ്ധത്തിന്റെ തുടക്കമാണോ ഇത്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? രക്ഷാപ്രവർത്തനം എവിടെ വരെ എത്തി? വിശദമായ വിവരങ്ങൾ നമുക്ക് നോക്കാം. തായ്ലൻഡ് ആസ്ഥാനമായ പ്രഷ്യസ് ഷിപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ബൾക്ക് കാരിയറാണ് മയൂരി നാരി. യുഎഇയിലെ ഖലീഫ പോർട്ടിൽ നിന്നും ഇന്ത്യയിലെ ഗുജറാത്തിലുള്ള കണ്ട്ല തുറമുഖത്തേക്ക് വരികയായിരുന്നു ഈ കപ്പൽ. ഏകദേശം 23 ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ തായ്ലൻഡ് സമയം 11 മണിയോടെ ഹോർമുസ് കടലിടുക്കിന് സമീപം വെച്ച് കപ്പലിന് നേരെ അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടായി. എഞ്ചിൻ റൂമിന് സമീപമാണ് പ്രൊജക്ടൈൽ അഥവാ മിസൈൽ പതിച്ചത്. സെക്കൻഡുകൾക്കുള്ളിൽ കപ്പലിൽ വൻ തീപിടുത്തം ഉണ്ടാവുകയും നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്തു. ആക്രമണത്തിന് പിന്നാലെ കപ്പലിൽ നിന്നും അപായ സന്ദേശം ലഭിച്ചു. ഉടൻ തന്നെ ഒമാൻ നാവികസേന രക്ഷാപ്രവർത്തനത്തിനായി കുതിച്ചെത്തി. കപ്പലിലുണ്ടായിരുന്ന 23 പേരിൽ 20 ജീവനക്കാരെ ഒമാൻ സേന അതിസാഹസികമായി രക്ഷപ്പെടുത്തി. ഇവരെ നിലവിൽ ഒമാനിലെ ഖസബ് തുറമുഖത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ 3 ജീവനക്കാരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇവർക്കായി കടലിൽ തിരച്ചിൽ തുടരുകയാണ്. റോയൽ തായ് നാവികസേനയും ഈ സാഹചര്യം നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ആക്രമണം? ഫെബ്രുവരി 28 മുതൽ ഈ മേഖലയിൽ ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമാണ്. മയൂരി നാരിയെ കൂടാതെ മറ്റ് 2 കപ്പലുകൾ കൂടി ഇന്ന് സമാനമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടതായി UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകത്തെ എണ്ണക്കടത്തിന്റെ 1/3 കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിനെ ഒരു യുദ്ധഭൂമിയാക്കി മാറ്റാനുള്ള നീക്കമാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ചരക്കു കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നതിലൂടെ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ സമ്മർദ്ദത്തിലാക്കുകയാണ് ഈ ശക്തികൾ ചെയ്യുന്നത്. ഈ ആക്രമണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്നതാണ്. കാരണം ഈ കപ്പൽ ഇന്ത്യയിലേക്കാണ് വന്നിരുന്നത്. നമ്മുടെ എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു ഭാഗം കടന്നു പോകുന്നത് ഈ പാതയിലൂടെയാണ്. കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ നാവികസേനയും മേഖലയിൽ കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിക്കുന്നതും കപ്പൽ ഗതാഗതം വഴിതിരിച്ചു വിടുന്നതും ഇന്ത്യയിലെ ഇന്ധനവിലയെയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെയും ബാധിച്ചേക്കാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.